ഹലോ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹൊറർ സ്റ്റോറി പറയാനുണ്ടെന്ന്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടു, സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അല്ലെങ്കിൽ ആ കഥ പറയാനുള്ള ഒരു മൂഡിന് വേണ്ടിയിട്ട് ഞാൻ റൂമും ജനലും എല്ലാം അടച്ചിട്ട് ഇവിടെ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാതെ പേടി തോന്നിട്ടോ. വെയിലില്ല, ഒരു മഴക്കാറും കാറ്റൊക്കെ അടിക്കുന്ന ഒരു ക്ലൈമറ്റാണ്. നമ്മൾ ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന അതേ ഫീലാണ് കേട്ടോ ഇവിടെ. അങ്ങനെ പേടിച്ചിരുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ള സമയത്താണ് എൻ്റെ അമ്മയുടെ കോള് കയറി വന്നത്. ദൈവം പറയുന്നത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്തായാലും കഥ തുടങ്ങാം. എൻ്റെ ഹൊറർ സ്റ്റോറി നിങ്ങൾക്കൊന്നും പേടി വരില്ലായിരിക്കും, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചൊരു കഥയാണ്. എൻ്റെ ഇതുവരെയുള്ള ഈ ഒരു അനുഭവം നടക്കുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചത് പ്രേതം പിശാച് അതൊക്കെ വെറും സങ്കല്പിതം മാത്രം എന്നാണ്. പക്ഷേ ഈ ഒരു കഥയ്ക്ക് ശേഷം എന്തോ എവിടെയൊക്കെ ഒരു സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എവിടെയൊക്കെയല്ല, സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളാണ്. ഇടയ്ക്കിടയ്ക്ക് പുറകിലൊക്കെ നോക്കാം, ഹൊറർ സ്റ്റോറിയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ കഥ തുടങ്ങാം. 2015 ഞങ്ങൾ നാഗാലാൻഡിലേക്ക് പോയി. അവിടെ ചെന്ന സമയത്ത് എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാടും മലയും ചെടികളും ഒക്കെ തിങ്ങി ഞെരുങ്ങിയ ഒരു സ്ഥലം, നിറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉള്ള ഒരു കലവറയായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് വെറുതെങ്കിലും കറങ്ങി നടക്കാൻ തോന്നും, പക്ഷെ നല്ലോണം പാമ്പുകളുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഹസ്ബൻഡ് 2 ടിക്കറ്റ് എടുത്ത് വന്നത് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി സിനിമയ്ക്ക് പോകലെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ സ്നാക്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സും കഴിച്ച് ഭാഷ മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ കഴിക്കാൻ കണക്കാക്കിയാണ് ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോകാറ്. അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന വഴിയിൽ സാധാരണ നമ്മൾ എപ്പോഴും പോകുന്ന ഗേറ്റ് അടച്ചിരുന്നു, അവിടെ പണി നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടില്ലാത്തൊരു പുതിയ വഴി അവർ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. അതുവഴി ഞങ്ങൾ ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. അവധി ദിവസം ആയിരുന്നിട്ട് കൂടിയും രാത്രിയുള്ള ഷോയ്ക്ക് ആൾ കുറവായിരുന്നു. എന്തായാലും ഞങ്ങൾ അതുവഴി കയറി അകത്തോട്ട് പോകും തോറും ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലം വഴിയൊക്കെയാണ് തിയേറ്ററിലായിട്ട് എത്താനായിട്ട്. ഒരു കുറുക്ക് വഴിയാണ് കേട്ടോ, ഒരു ഷോർട്ട് കട്ടായിരുന്നു അത്. ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. രാത്രിയാണെങ്കിലും എനിക്ക് ഇരുട്ടത്ത് നോക്കാൻ ഭയങ്കര പേടിയാണ്, എങ്കിലും കുഴപ്പമില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കണ്ണടച്ചിരുന്നു. ഭയങ്കരമായ തണുപ്പായതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും തണുപ്പിനുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരുന്നത്. സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോളൊക്കെ മൂടി, തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ യാത്ര. അത്ര തണുപ്പാണ് കേട്ടോ, കോടമഞ്ഞ്. അത് കഴിഞ്ഞ് ഈ നല്ല റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിജനമായിട്ടുള്ള റോഡാണ്. കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വിജനമായിട്ടുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. അത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആൾപ്പാർപ്പ് ഉണ്ടായിരുന്നതായിരുന്നു പണ്ട്. എന്ത് കാരണം കൊണ്ടെന്നറിയില്ല ആളുകളൊന്നും താമസമില്ല. ഭാർഗവി നിലയം പോലത്തെ ബിൽഡിങ്ങുകൾ, ഈ വേരൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒറ്റ മനുഷ്യരില്ല കേട്ടോ. മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ സൗണ്ടുകൾ എനിക്ക് കേൾക്കായിരുന്നു. അതുകൊണ്ട് അതിനെ പേടിച്ചാണ് ഞാൻ കൂടുതലും കണ്ണടച്ചിരുന്നത്. ഇപ്പോൾ രാത്രിയല്ലേ, ഞങ്ങൾ സിനിമയ്ക്ക് കണ്ടിട്ട് ഒരു 1.5 മണിക്ക് ശേഷമാണ് തിരിച്ചിറങ്ങിയത്. വരുന്ന വഴി അതേ വഴി തന്നെ വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ പാസ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഹൈറ്റിന് ആർമി ഡ്രസ്സ് ഉണ്ടല്ലോ, വലിയ കോട്ട്, തണുപ്പത്തിടുന്ന വലിയ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട്, ഗണ്ണാണോ വടിയാണോ എന്നറിയില്ല, എന്തോ കയ്യിലുണ്ട്. മുഖം വ്യക്തമല്ല, ഒരാൾ പാസ് ചെയ്ത് പോകുന്ന പോലെ തോന്നി. ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നത്. അതാരാണെന്ന് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് ചോദിക്കുകയും ചെയ്തു. ഈ ഒരു രാത്രിയിൽ ഇത്രയും ഇരുട്ടത്ത് ഈ ഒരു ഭാർഗവി നിലയം പോലത്തെ ഈ ഒരു സ്ഥലത്തേക്ക് സിനിമയെല്ലാം കഴിഞ്ഞു 1.5 മണിക്ക് ശേഷം ഇയാൾ എന്തിനാ ഒറ്റയ്ക്ക് പോകണേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ നീ ഒന്നെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവിടെ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. ആ ഒരു കോടമഞ്ഞിൻ്റെ ഇടയിലും നമുക്ക് ആരെങ്കിലും നിന്നാൽ അറിയാൻ പറ്റുമല്ലോ, പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായി പേടി തോന്നി, കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, മരവിക്കുന്ന പോലെ തോന്നി, എന്തോ പറയുക, തളർന്നു പോകുമ്പോഴത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ഇപ്പം കണ്ട ആൾ പെട്ടെന്ന് എവിടെ പോയി എന്നുള്ള ഫീലായിപ്പോയി. എത്രയും പെട്ടെന്ന് വീട് എത്രയെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കാരണം പേടിച്ചിട്ട് കൈയും കാലൊക്കെ വിറച്ചു പോയി. അങ്ങനെ ഞങ്ങൾ സ്പീഡിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ കടന്നു വന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് ഞാൻ ഒന്ന് ശ്വാസം നേരെ വീണത്. എനിക്ക് ഈ രാത്രിയിൽ ഈ വഴി കൂടെ പോകുന്നത് ഇത്രയും റിസ്ക് പിടിച്ചൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ആരും സിനിമയ്ക്ക് വരാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. എന്തായാലും ഭയങ്കര പേടി തോന്നിയ ഒരു അനുഭവമായിരുന്നു അത്. അന്നത്തെ പേടി കാരണം ഉറക്കം വന്നതേ ഇല്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അതെന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു ദീദിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു കാര്യങ്ങൾ. അപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ വഴി ആരും പോകാറില്ല എന്ന്.
ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മതിയായി. പിന്നെ ഞാൻ വഴി പോയിട്ടേ ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു എന്ത് ഡ്രസ്സിലായിരുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു തണുപ്പ് സമയമല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയത്. അത് കൊലപാതകമാണോ ആത്മഹത്യയാണെന്നോ ഒരു പിടിയില്ല എന്ന് പറഞ്ഞു. ഇനിയും എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് ഗുവാഹട്ടിയിൽ വെച്ച് ട്രെയിൻ മറിഞ്ഞപ്പോൾ ഉണ്ടായ ദുരന്തം. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കമൻ്റ് ഇടാൻ മറന്നു പോകരുത്. ഇതുവരെ എൻ്റെ കഥ കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ്.